തിരുവനന്തപുരം ബാലരാമപുരത്തെ വയോധികന്റെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ്. മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. കളക്ടറുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. സമാധിയാകാൻ പോകുന്നുവെന്ന് പറഞ്ഞ അച്ഛനെ സ്ലാബ് ഇട്ട് മൂടിയെന്നാണ് മക്കളുടെ മൊഴി. സുനിഷ അയലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സുജയ, അച്ഛൻ സമാധിയായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ മേൽ സ്ലാബും സിമന്റും ഇട്ട് മൂടുക, അതാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോൾ വലിയ രീതിയിൽ ദുരൂഹത ഏറുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഈ പറയുന്ന സ്ഥലം ഇതാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ കാണിച്ചിരുന്നു. ഇവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് മകൻ്റെ മൊഴിപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാഴാഴ്ച കൃത്യം ഒരു 11 മണിയോടുകൂടി താൻ സമാധിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിതാവ് ഇവിടെ എത്തുന്നു, ഈ സ്ഥലത്തേക്ക് എത്തുന്നു എന്നതാണ്. ഗോപൻ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ വെച്ച് കൃത്യം പറഞ്ഞ സമയത്ത് സമാധിയായി എന്നുള്ളതാണ് മകൻ പറയുന്നത്. അതിൻ്റെ പ്രകാരം ഈ മകനും 2 മക്കളാണുള്ളത്. ഈ 2 മക്കളൊപ്പം തന്നെ വീട്ടിലെ മറ്റുള്ളവർ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇതേ രീതിയിൽ ഒരു സിമൻ്റൊക്കെ വെച്ചുകൊണ്ട് കെട്ടിവെക്കുന്നു, മുകളിൽ സ്ലാബ് വെക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നതാണ്. പക്ഷേ ഈ വിവരം നാട്ടുകാർ അറിയുന്നത് അടുത്ത ദിവസമാണ് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സമാധിയായി എന്ന് പറയുന്ന ആ വ്യാഴാഴ്ച ഉച്ച തൊട്ട് പിറ്റേന്ന് പുലർച്ചെ വരെ ഇവിടെ കർമ്മം നടക്കുകയായിരുന്നു. ഇത്തരത്തിൽ സ്ലാബ് കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസം രാവിലെയോടുകൂടി തന്നെ നാട്ടുകാർ ഇവിടുത്തെ ഈ വീടിൻ്റെ തൊട്ട് സമീപത്തുള്ള പോസ്റ്റുകളിലൊക്കെ തന്നെയും ചില പോസ്റ്ററുകൾ, അതായത് ഗോപൻ സ്വാമി സമാധിയായി എന്ന് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പോസ്റ്ററുകൾ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ ഗോപൻ സ്വാമി മരിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുകയുമാണ് ചെയ്തത്. ഒപ്പം തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കാത്തതിന് ഈ കുടുംബം പറയുന്ന ഒരു വിചിത്രവാദം എന്ന് പറയുന്നത് ഈ അച്ഛൻ സമാധിയാകുമെന്ന് പറയുന്ന ആ സമയത്ത് തന്നെ ഈ നാട്ടുകാരൊന്നും തന്നെ അടുത്ത് വേണ്ട, അതായത് ആളുകൾ കൂടാൻ പാടില്ല എന്ന കാര്യം കൂടി വീട്ടുകാരോട് മകനോട് പറഞ്ഞിരുന്നു എന്നൊരു വിചിത്രവാദം കൂടി മകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കല്ലറ പൊളിച്ചുമാറ്റി മൃതദേഹം പുറത്തെടുത്ത് ഈ പരിശോധന നടത്തുന്നതോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം കടക്കുന്നതോടുകൂടി കൃത്യമായി അതിലൊരു വ്യക്തത വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും പോലീസും ഉള്ളത്. ഏതായാലും പക്ഷേ 2 ദിവസത്തിനകം തന്നെ അതിലൊരു റിപ്പോർട്ട് ലഭിക്കും, ഉത്തരവ് ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ തിങ്കളാഴ്ചയോടുകൂടി കലക്ടർ ഇതിന്മേൽ ഒരു ഉത്തരവിറക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. സുജയ, എന്തായാലും സുനിഷ സൂചിപ്പിച്ചതുപോലെ ഈ സമാധിയിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിന്മേൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണം നടക്കട്ടെ.